വെൽക്കം ടു MS ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താ നോക്കി, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കകത്ത് വന്നത്, മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് പഠിച്ചു. പിന്നെ അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വന്ന ചരിത്രം ഫുള്ള് പഠിച്ചിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യ പേജായ പ്രിയാമ്പിളിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആയപ്പോൾ 395 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ നിയമങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ ചാപ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്തിരുന്നു. എത്ര ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എത്ര പാർട്സ് ആണ് അതിൻ്റെ ആക്ച്വൽ പേര് വരുന്നത്, എത്ര പാർട്സ് എന്ന് വെച്ചാൽ 22 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് എത്ര സെക്ഷൻസ് അല്ലെങ്കിൽ ഷെഡ്യൂൾസ് എന്ന് വെച്ചാൽ 8 ഷെഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് 22 പാർട്ടും പഠിച്ചിരുന്നത്, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഒരു SSC UPSC പോലത്തെ എക്സാംസിൻ്റെ ലെവലിലുള്ള എല്ലാ പോർഷനും കംപ്ലീറ്റ് ആവണം. 22 ആക്ച്വലി നമ്മൾ പഠിക്കേണ്ട ഒരു 12 to 15 പാർട്സ് മാക്സിമം. ഓക്കെ, 12 ഉള്ളൂ പഠിക്കാൻ. ചില പാർട്സ് വളരെ ചെറുതാണ്. ഇപ്പോൾ പാർട്ട് 1 ഈ ഒരു ഒറ്റ സ്ലൈഡ് മാത്രമേ പാർട്ട് 1 പറയാനുള്ളൂ. അപ്പോൾ ഒറ്റ സ്ലൈഡോട് തീർന്നതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ചെറിയ ചെറിയ പാർട്സും ഉണ്ട്, എന്നാൽ ചിലതും വളരെ വലിയ പാർട്സും ഉണ്ട്. എന്നാൽ ടോട്ടൽ ഒരു 12-15 പാർട്സ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ പൊളിറ്റി സിലബസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ട് 1 ആണ്. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ ഇതിനെ റോമൻ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്ന പാർട്ട് ഏതെന്ന് വെച്ചാൽ പാർട്ട് 1 ആണ് പഠിക്കുന്നത്. ഓക്കെ, പാർട്ട് 1 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. എന്താണ് പറയുന്നത്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 നോക്കാം, 395 ആർട്ടിക്കിൾസിന് ഓരോ ആർട്ടിക്കിൾ വെച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിയാണ്. അപ്പോൾ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയിൽ ഏതൊക്കെ ആർട്ടിക്കിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 1 to 4, 1 to 4ൻ്റെ കാര്യങ്ങളാണ് പാർട്ട് 1 എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് പാർട്ട് 1 പാർട്ട് 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. പാർട്ട് 1 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇപ്പോൾ പരീക്ഷ ചോദിക്കും, പാർട്ട് 1 എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ സംസ്ഥാനങ്ങളെല്ലാം കൂടി യൂണിയൻ എന്ന് വിളിക്കും. പിന്നെ അതല്ലാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ടെറിട്ടറീസ്. ഇത് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശമല്ല പാർട്ട് 1 എന്ന് പറയുന്നത്. യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എല്ലാത്തിനും കൂടി ചേർത്താണ് യൂണിയൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ടെറിട്ടറീസ് എന്ന് പറയുമ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെയാണ് നമ്മൾ ടെറിട്ടറീസ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ അല്ല നമ്മളിതിൽ പഠിക്കേണ്ടത് 1 to 4 വരെയാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയെ കുറിച്ച് പറയുന്നതിൽ നമ്മൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾ 1 ഉം 3 മാത്രം പഠിച്ചാൽ മതി. അതിൽ ആർട്ടിക്കിൾ 1, ആദ്യത്തെ ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ദാറ്റ് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇതിങ്ങനെയല്ല ആക്ച്വലി ആർട്ടിക്കിൾ വരുന്നത്. ആർട്ടിക്കിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇതാണ് ആക്ച്വൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആക്ച്വൽ ആർട്ടിക്കിൾ 1 പറയുന്നത് ഇതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, എൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ഭാരത് എന്നാണ്. പണ്ട് ഭരത രാജാവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഏതെന്ന് പറഞ്ഞാൽ ഭാരത് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ ദാറ്റ് ഈസ് എ ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. നമ്മളെന്ന് പറയുന്നത് നമ്മളതിലോട്ട് എല്ലാ സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറിയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് ആർക്കും പുറത്തിറങ്ങി പോകാൻ പറ്റൂല. ഇതിലോട്ട് ഒന്ന് ചേരാം. ചേരുമ്പോൾ ആര് തീരുമാനിക്കും? ഗവൺമെൻറ് തീരുമാനിക്കും ഇവരെ നമ്മൾ ചേർക്കണോ വേണ്ടോ എന്ന്. അങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രമേ ഇന്ത്യക്ക് അകത്തോട്ട് വരുള്ളൂ. പക്ഷെ ആർക്കും പിരിഞ്ഞു പോകാനോ ഇറങ്ങിപ്പോകാനോ ഇന്ത്യ ടെറിട്ടറിക്കകത്തുനിന്ന് സ്വന്തം ഇഷ്ടം, ഇപ്പോൾ കേരളം പറയണം നാളെ തൊട്ട് ഇന്ത്യക്കകത്ത് നിൽക്കൂല എന്നൊന്നും ഒരിക്കലും പറഞ്ഞിറങ്ങി പോകാൻ പറ്റൂല. കേരളമാണെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ നിന്ന് അതാവണം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ പറയണ. ഇന്ത്യ എന്ന് പറയുന്നത് വെറും ഒരു രാജ്യമല്ല, അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എല്ലാ സ്ഥലങ്ങളും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതതുപോലെ കാണാപ്പാഠം പോലെ പഠിച്ചോണം. ഓക്കെ, ഇനിയാണ് വരുന്ന ആർട്ടിക്കിൾ 3. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ദാറ്റ് ഈസ് പാർലമെന്റ് മേ ഫോം ന്യൂ സ്റ്റേറ്റ്സ്, റെഡ്യൂസ് ഓർ എക്സ്റ്റെൻഡ് ദ ഏരിയാസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ദ നെയിംസ് ആൻഡ് ബൗണ്ടറി ഓഫ് സ്റ്റേറ്റ്സ്. ഇതാണ് ആർട്ടിക്കിൾ 3. ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നാളെ കേന്ദ്ര ഗവൺമെൻറ് പറയണം, സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ രണ്ടായിട്ട് മുറിക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ മുകളിലത്തെ പോർഷൻ കർണാടകയ്ക്കും ഒരു പോർഷൻ തമിഴ്നാടിനും കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ തീരുമാനിക്കുകയാണ്. ആര് തീരുമാനിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും
എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, ചിലപ്പം പറയും ഇല്ല എന്ന് പറയും, ചിലപ്പോൾ പറയും പറ്റുമെന്ന് പറയും. എന്നതിൻ്റെ കറക്റ്റായിട്ട് ഉത്തരം എന്താണെന്ന് വെച്ചാൽ യെസ്, പറ്റും. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കേരളം എന്നുള്ള സംസ്ഥാനത്തിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു പോർഷൻ കർണാടകയ്ക്കും ഒരു പോർഷൻ തമിഴ്നാടിനും കൊടുക്കാം. ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ കേരളത്തിനെ മുറിക്കാനൊന്നും പോകുന്നില്ല, കേരളത്തിൻ്റെ പേര് മാറ്റി കേരള എന്ന് മാറ്റിയിട്ട് കേരളം എന്നാക്കാൻ പോവുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. സംസ്ഥാന ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതൊരു ഏരിയ ആയിക്കോട്ടെ, ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതൊരു ബൗണ്ടറി ഏരിയ ആയിക്കോട്ടെ, അതിനെ മുറിക്കാനോ പുതിയ സ്റ്റേറ്റ്സ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറി മാറ്റാനോ, കേരളത്തിൻ്റെ ബൗണ്ടറി ഇങ്ങനെ വരയ്ക്കാൻ തീരുമാനിച്ചു, മുകളിലത്തെ പോർഷൻ കളഞ്ഞ് ഇങ്ങനെ വരയ്ക്കാൻ തീരുമാനിച്ചാൽ അതുപോലെ ആയിരിക്കണം, താഴത്തെ പോർഷൻ ഇങ്ങനെ വരയ്ക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ആയി തന്നെ തീരുമാനിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് എവിടെ വേണോ ബൗണ്ടറി വരയ്ക്കാം, ഏത് സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റാം, ഏത് സംസ്ഥാനത്തിനെ രണ്ടായിട്ട് മുറിക്കാം, എന്തും ചെയ്യാൻ പറ്റും. ഇതിനുള്ള കംപ്ലീറ്റ് പവർ ഏത് സംസ്ഥാനത്തിനെ മുറിക്കാനും പേര് മാറ്റാനും ബൗണ്ടറി ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യക്കകത്ത് പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 3 പറയുന്നത്. അതേപോലെ ഇത് ചെയ്തെടുക്കാനുള്ള എന്ത് ഭൂരിപക്ഷം വേണമെന്ന് വെച്ചാൽ സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. എന്ത് ഭൂരിപക്ഷം മതി? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കിട്ടും എന്താണ് സിമ്പിൾ മെജോറിറ്റി. എന്നാൽ ഞാൻ പറഞ്ഞുതരാം, സഭയിൽ എത്ര ആൾക്കാരുണ്ടോ ആ സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 50% ആൾക്കാരെന്ന സഭയിൽ വന്നിരിക്കണം. ആ വന്നിട്ടുള്ളതിൽ 50%-ത്തിൽ കൂടുതൽ ആൾക്കാർ, ഓക്കെ, ഒരു 51% ആൾക്കാർ യെസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി ഏതൊരു സംസ്ഥാനത്തിനെ കട്ട് ചെയ്യോ എന്ത് വേണോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനുള്ള പവർ പാർലമെന്റിനാണ്. ഈ പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 3 ഈ പവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഓക്കെ, ഈ സെന്റൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, പേര് മാത്രം ഇങ്ങനെ എന്താണ് എൻ്റെ കണ്ടന്റ് അത് മാത്രം ആലോചിക്കുക. മേ ഫോം ന്യൂ സ്റ്റേറ്റ്സ്, പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാം, കട്ട് ചെയ്യാം, എക്സ്റ്റെൻഡ് വലിച്ചു നീട്ടാം, ദ ഏരിയാസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ത് വേണോ ചെയ്യാം, ചേഞ്ച് ദ നെയിം, ബൗണ്ടറി ഓഫ് സ്റ്റേറ്റ്സ്, എല്ലാത്തിനും അധികാരം പാർലമെന്റ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ അവസാനമായിട്ട് ഫോം ചെയ്ത സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അതൊരിക്കലും ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയില്ല. ഇന്ത്യയിൽ അവസാനമായിട്ട് ഫോം ചെയ്ത സ്റ്റേറ്റ് ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് തെലങ്കാനയാണ്. തെലങ്കാന എന്ന സംസ്ഥാനമാണ് അവസാനമായിട്ട് ഫോം ചെയ്തത്. എന്നാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ 2014 ഫോം ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി ആപ്റ്റായിട്ട് പറഞ്ഞാൽ 2014 ജൂൺ 2. ഇന്ത്യയിൽ അവസാനമായിട്ട് ഫോം ചെയ്ത സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് തെലങ്കാനയാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ് ആയിരുന്നു. ആ സ്റ്റേറ്റിൽ നിന്ന് എന്തായി മാറി? യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുകയാണ് ചെയ്തത്. എന്തൊക്കെ യൂണിയൻ ടെറിട്ടറി ആയി? ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും പറയുന്ന 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, എന്നാണ് ഈ ജമ്മു കാശ്മീരും ലഡാക്കും എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ഫോം ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 31 ഒക്ടോബർ 2019. 2019 ഒക്ടോബർ 31 ലഡാക്കും ജമ്മു കാശ്മീരും എന്ന് പറയുന്ന 2 യൂണിയൻ ടെറിട്ടറി ഫോം ചെയ്തത്. എന്നാൽ ഇന്ത്യയിലെ അവസാനത്തെ സംസ്ഥാനം ചോദിച്ചാൽ ദാറ്റ് ഈസ് തെലങ്കാന 2014 ജൂൺ 2 ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറി അതിനെ സംസ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 നിയമങ്ങളെയും കൂടി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നിയമമാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയും, ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 എന്താണ് പറയുന്നത്? ജമ്മു കാശ്മീരിന് സ്വന്തമായിട്ട് ഒരു കൊടി വയ്ക്കാം. ജമ്മു കാശ്മീരിലെ സംസ്ഥാന ഗവൺമെന്റിന് 5 വർഷമല്ല 6 വർഷമാണ് 6 വർഷമാണ് അവരെ ഭരിക്കാൻ കൊടുക്കുന്നത്. കേന്ദ്രത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റും പറയുന്ന കേൾക്കണ്ട, എക്സെപ്റ്റ് ഡിഫൻസ് പറയുന്നതും എക്സ്റ്റേണൽ അഫയേഴ്സും IT മിനിസ്ട്രി. ഈ 3 മിനിസ്ട്രി വെച്ച് ബാക്കി ഏത് മിനിസ്ട്രി ഏത് നിയമം, ഇപ്പൊ എഡ്യൂക്കേഷൻ നിയമം കൊണ്ടുവരുന്നു, ഇപ്പൊ എന്ത് പറയുന്നു, +2 ഗ്രേഡിംഗ് സിസ്റ്റം ആക്കുന്നു എന്നൊരു നിയമം കൊണ്ടുവരികയാണ്. ജമ്മു കാശ്മീരാണ് പറ്റൂല, ഇവിടെ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് തന്നെ, ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന്. അത്രമാത്രം പവർ ഉണ്ടായിരുന്നു ആരൊക്കെന്ന് പറയുന്നത്? ജമ്മു കാശ്മീരിന് എന്ന് പറയുന്നത്. അവിടെ ചെന്ന് ഒരാൾക്കും മറ്റൊരു സംസ്ഥാനത്തിലെ ഒരു വ്യക്തിക്ക് അവിടെ ചെന്ന് എന്താണ് പരീക്ഷ എഴുതാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾ ബാങ്ക് ഒക്കെ എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കൊണ്ടുവന്ന് കർണാടകയും തമിഴ്നാടും ഒക്കെ അപ്ലൈ ചെയ്യുമല്ലോ, നിങ്ങൾക്ക് ഒരിക്കലും ജമ്മു കാശ്മീർ അപ്ലൈ ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇന്നിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരിക്കലും അവിടെ ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും വേണം, ഇപ്പോൾ തമിഴ്നാട് ചെന്ന് ഒരു ഷോപ്പ് തുടങ്ങുന്നത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും, പക്ഷെ ഒരിക്കലും ജമ്മു കാശ്മീരിൽ പോയി നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റൂലായിരുന്നു. നമ്മളായിക്കോട്ടെ ഏതൊരു വലിയ പ്രൈവറ്റ് ഫേം ആയിക്കോട്ടെ ആർക്കും തുടങ്ങാൻ പറ്റൂല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ജമ്മു കാശ്മീരിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ജമ്മു കാശ്മീരിൽ മാത്രമായിട്ട് എന്താണ്, അവിടെ ഉള്ളവർക്ക് മാത്രമേ അവിടുത്തെ ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് 6 വർഷമാണ് ഭരിക്കുന്നത്. ഇപ്പൊ കേരളം 5 വർഷം ഭരിക്കുമ്പോൾ അടുത്ത ഇലക്ഷൻ നടക്കും. ജമ്മു കാശ്മീരിൽ 6 വർഷമാണ് നടന്നത്. ഓക്കെ,
അതേപോലെ അവർക്ക് സ്വന്തമായിട്ടൊരു കൊടി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അങ്ങനെയില്ല. കർണാടക വയ്ക്കും, പക്ഷെ അത് ഒഫീഷ്യലൊന്നും അല്ല. ഓക്കെ, ബാക്കി ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എല്ലായിടത്തും ഒരൊറ്റ കൊടി മാത്രമേ വയ്ക്കുള്ളൂ, ദാറ്റ് ഈസ് ഇന്ത്യയുടെ ഫ്ലാഗ്. പക്ഷേ ജമ്മു കാശ്മീർ അങ്ങനെയല്ലായിരുന്നു. ആദ്യം ജമ്മു കാശ്മീരിൻ്റെ ഫ്ലാഗ് കിട്ടും, പിന്നെ താഴെ ഇന്ത്യയുടെ ഫ്ലാഗ് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും പവറായിരുന്നു. ഈ നിയമം എടുത്ത് കളയണം. അപ്പോൾ ഇതെല്ലാം പവർ കൊടുത്ത ആർട്ടിക്കൽ 370 ഈ നിയമം എടുത്ത് കളയണമെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് പറ്റൂല. ആര് തന്നെ തീരുമാനിക്കണം? സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചാലേ പറ്റുള്ളൂ. അതും കൂടി ഒരു അഡീഷണൽ പവർ ഉണ്ടാകും. അപ്പോൾ ഈ നിയമത്തിന് എന്ത് കളഞ്ഞു? എടുത്ത് കേന്ദ്ര ഗവൺമെൻറ് കളഞ്ഞേക്കുക ഒരു രീതി ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? ആ സംസ്ഥാനത്തിൻ്റെ ഈ നിയമം മാത്രമല്ല, മറ്റൊരു നിയമം കൂടി ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ആർട്ടിക്കൽ 35A, ആർട്ടിക്കൽ 35A എന്ന് പറയുന്നത്. ആർട്ടിക്കൽ 35A എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി മറ്റേതെങ്കിലും സംസ്ഥാനത്തിൻ്റെ, ജമ്മു കാശ്മീർ അല്ലാതെ ഇന്ത്യക്കകത്ത് വരുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിലെ ഒരു പയ്യനെ കല്യാണം കഴിക്കുന്നു. ഈ പെൺകുട്ടിക്ക് സപ്പോസ് 100 സെൻറ്റിൻ്റെ സ്ഥലമുണ്ട്, 100 സെൻറ്റിൻ്റെ വസ്തുവുണ്ട്. പക്ഷേ ആ പെൺകുട്ടി ചെന്ന് കല്യാണം കഴിക്കുന്ന, ഫോർ എക്സാമ്പിൾ പഞ്ചാബിൽ, തൊട്ട് താഴെ കിടക്കുന്ന സംസ്ഥാനമായ പഞ്ചാബിലെ ഒരു ചെറുപ്പക്കാരനാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് 100 സെൻറ്റിൽ നിന്ന് 1 സെൻറ്റ് പോലും കിട്ടുന്നതല്ല. കംപ്ലീറ്റ് ലാൻഡും എന്ത് പോവും? കുടുംബത്തിന് കിട്ടും. പക്ഷെ അതേ സമയത്ത് ആ പെൺകുട്ടി, ജമ്മു കാശ്മീരിലുള്ള കുട്ടി ചെന്നിട്ട് പാകിസ്ഥാനിൽ ഒരാളെ കല്യാണം കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അതാണ് ആർട്ടിക്കൽ 35A പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രിറ്റി, ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെ കളയുന്ന 2 നിയമങ്ങളായിരുന്നു ഈ ഉണ്ടായിരുന്നത്. ഇതിനെന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് കളഞ്ഞു. പക്ഷേ 2 നിയമം എടുത്ത് കളയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആരെ സമ്മതം വേണം? അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് സമ്മതം വേണമായിരുന്നു. അവരിതിനൊരിക്കലും ഒരിക്കലും സമ്മതിക്കില്ല. ബിക്കോസ് അവർക്ക് ഒരു അഡീഷണൽ പവർ അവരുടെ കയ്യിൽ നിൽക്കുകയാണ്. അവർക്ക് എപ്പോഴും മറ്റൊരു സംസ്ഥാനങ്ങളെക്കാട്ടി ഒരു മുൻതൂക്കം അവർക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവിടെ എന്ത് ചെയ്തു? എമർജൻസി വിളിച്ചു. സംസ്ഥാനം ടോട്ടലി ഡിസോർഡർ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ എന്ത് വരണം? എമർജൻസി വരണം, രാഷ്ട്രപതി ഭരണം വരണം. നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും എന്താണ് എമർജൻസി. അപ്പോൾ എമർജൻസി വരുമ്പോൾ അവിടെ ഉള്ള സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചു വിട്ടുകൾ. പിന്നെ ആരെ അവിടെ നിന്ന് ഭരിക്കാൻ പറ്റുള്ളൂ? പ്രസിഡൻ്റാണ് ഭരിക്കുന്നത്. പക്ഷേ പ്രസിഡൻ്റ് അവിടെ ഇരുന്ന് ഭരിക്കൂല. ആരെ പിടിച്ചിരുത്തി ഭരിക്കും? ഗവർണറിനെ പിടിച്ചിരുത്തി ഭരിക്കും. സംസ്ഥാനത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യക്തിയാണ് ഗവർണർ എന്ന് പറയും, CMൻ്റെ മുകളിൽ വരുന്നത്. അദ്ദേഹത്തിന് ഇരുത്തി ഭരിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് മറ്റൊരു സ്റ്റെപ്പും കൂടി എടുത്തു. ആ സംസ്ഥാനത്തിൽ ആരൊക്കെ ഒരു വയലൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള രാഷ്ട്രീയക്കാർ ആരുണ്ടോ അവരെല്ലാം പിടിച്ച് ഹോം അറസ്റ്റ് ചെയ്തു, വീട്ടു തടങ്കലിലാക്കി വെച്ചു. വീട്ടിൽ നിന്ന് പുറത്ത് വിട്ടില്ല. ഇന്റർനെറ്റ് അങ്ങ് കട്ട് ചെയ്തും കളഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും കണക്ടിവിറ്റി ഇല്ലാതാക്കി കളഞ്ഞു. ബേസിക് ഇന്റർനെറ്റ്, ഒരു 2G പോലും സ്പീഡ് ഇല്ലാത്ത ബേസിക് ഇന്റർനെറ്റ് മാത്രം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? മുഹമ്മദ് മുഫ്തി, ഒമർ അബ്ദുള്ള, ഫാറൂഖ് അബ്ദുള്ള ഇവരൊക്കെ പിടിച്ചിട്ട് എന്താണ് വീട്ടു തടങ്കലിൽ ഇട്ട് വെച്ചു, ഹോം അറസ്റ്റ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കും എന്താണ് ഹോം അറസ്റ്റ് എന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു? വീട്ടു തടങ്കലിലാക്കി വെച്ചിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് എമർജൻസി പ്രകാരം, അപ്പോൾ ഗവർണറിനാണ് ഫുൾ പവർ എമർജൻസി വരുമ്പോൾ. അപ്പോൾ ഗവർണർ ഒരു ഓർഡിനൻസ്, ഒരു നിയമം പുറത്തിറക്കി. എന്ത് പറഞ്ഞു? ജമ്മു കാശ്മീരിന് ഈ സംഭവം വേണ്ട, 370 335A ഒന്നും വേണ്ട എന്ന് തീരുമാനമെടുത്തു. ഉടനെ തന്നെ എന്താക്കി? ജമ്മു കാശ്മീർ 2ആയിട്ട് മുറിച്ച് 2 കേന്ദ്രഭരണ പ്രദേശമാക്കി കളഞ്ഞു. ഓക്കെ, വൺ ഈസ് ലഡാക്ക്, ഒന്ന് ലഡാക്ക് നോക്കി, ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ എന്നായ ആ ഡേറ്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, 31 ഒക്ടോബർ 2019. ആ എടുത്തു കളഞ്ഞ നിയമങ്ങൾ എഴുതി വെച്ചോണം, ആർട്ടിക്കൽ 370 35A. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഇത്രയാണ് എന്ത് നമുക്ക് പഠിക്കാനുള്ള പാർട്ട് 1 നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, പാർട്ട് 1 പഠിക്കേണ്ട ഇത്രയും പോർഷനാണ്. എന്താണ് ആർട്ടിക്കൽ 1 എന്ന് പഠിക്കുക, എന്താണ് ആർട്ടിക്കൽ 3 എന്ന് പഠിക്കുക. ഓക്കെ, ഏത് മുതൽ ഏത് വരെയാണ് പറയുന്നത്? ആർട്ടിക്കൽ 1 to 4 ആണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 2 നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് 2 എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോണം, പാർട്ട് 2 ഇങ്ങനെ എഴുതിക്കോണം. ഓക്കെ, പാർട്ട് 2 ന്യൂമറിക്കൽ മാറ്റിയിട്ട് റോമൻ നമ്പേഴ്സിൽ എഴുതിക്കോണം. പാർട്ട് 2 നമുക്ക് പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ് പറയുന്നതെങ്കിൽ, പാർട്ട് 2 പറയുന്ന സിറ്റിസൺഷിപ്പ്, പൗരത്വത്തിനെ കുറിച്ച് പറയുന്ന നിയമങ്ങളാണ് പാർട്ട് 2 പാർട്ട് 1 ആ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആർട്ടിക്കൽ 1 മുതൽ 4 വരെയാണ് സംസാരിക്കുന്നതെങ്കിൽ, സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം 5 മുതൽ 11 വരെ, ആർട്ടിക്കൽ 5 മുതൽ 11 വരെ ഇന്ത്യക്കകത്ത് എങ്ങനെയൊക്കെ പൗരത്വം നേടാം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ പോലത്തെ രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ രാജ്യത്ത് പൗരത്വം നേടാൻ അത്ര എളുപ്പമല്ല. ഓക്കെ, ഇന്ത്യയിൽ പൗരത്വം നേടാൻ അത്ര എളുപ്പമല്ല, കളയാനും അത്ര എളുപ്പമല്ല. ഓക്കെ, ഇന്ത്യയിൽ പൗരത്വം നേടാൻ അത്ര പാടുമല്ല. ഓക്കെ, നേടാനൊക്കെ പറ്റും, കുറച്ചു കാലം കാത്തിരിക്കണം. ഓക്കെ, ഇപ്പം ഒരുപാട് ചേഞ്ചസ്. ഓക്കെ, 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പ്രകാരം കുറച്ച് ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. പിന്നെ കാലങ്ങളായിട്ട് ഗവൺമെന്റ് ചേഞ്ച്, ഇപ്പം സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ ഇത് 7ാമത്തെ 8ാമത്തെ അമെൻമെന്റ് ആണ് വരുന്നത്. ഗവൺമെന്റ് അതിന് മുമ്പ് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിറ്റിസൺഷിപ്പിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്നും പഠിക്കേണ്ട, ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് മാത്രം നമ്മൾ പഠിക്കുക. ഓക്കെ, ഇന്ത്യയിൽ പൗരത്വം നേടുന്ന രീതികളുണ്ട്, ആ രീതികളെല്ലാം നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്, പാർട്ട് 2ലാണ് പൗരത്വത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇന്ത്യ എങ്ങനത്തെ പൗരത്വമാണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഇന്ത്യയിൽ ഒറ്റ പൗരത്വേ പാടുള്ളൂ. നമുക്ക് ചെന്നിട്ട് അമേരിക്കയുടെ പൗരത്വം എടുത്ത് ഇന്ത്യയുടെ പൗരത്വം എടുത്തുകൊണ്ടിരിക്കാൻ പറ്റൂല. ഒന്നെങ്കിൽ അമേരിക്കയുടെ എടുത്തോളാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ എടുത്തോളാം. ഇനി ഇന്ത്യൻ ഗവൺമെന്റ് അറിയാതെ പതുക്കെ ഞാൻ അമേരിക്കയിലോട്ട് പോയിട്ട് അമേരിക്കയുടെ പൗരത്വം എടുക്കാൻ നോക്കിയാൽ ഏത് നിമിഷമാണോ അമേരിക്കൻ പൗരത്വം എടുക്കുന്നത് ആ സമയത്ത് തന്നെ എന്തായിട്ട് കൂട്ടും, ഒരു ഫോറിനർ ആയിട്ട് കൂട്ടും. എൻ്റെ ഇന്ത്യൻ പൗരത്വം അപ്പം ക്യാൻസൽ ചെയ്ത് വിടും. ഇനി എനിക്ക് തരും തിരിച്ച് പൗരത്വം. അമേരിക്കൻ പൗരത്വം കളഞ്ഞിട്ട് വന്നിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഡോക്യുമെന്റ്സും റീസൺസും എല്ലാം പറയുമ്പോഴത്തേക്ക് മാത്രം ഇത്ര ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ കേസ് നോക്കുക, എന്ത് കേസും കൊണ്ടാണ് വന്നതെന്ന് ഇങ്ങനെ, എന്നിട്ട് അതെല്ലാം നോക്കിയിട്ട് ഇത്ര കാലം ഒന്നുകൂടി ഇവിടെ ജീവിച്ച് കാണിച്ചാൽ മാത്രമേ എനിക്ക് എന്താണ് തിരിച്ച് പൗരത്വം തരുള്ളൂ. ഉടനെ ചെല്ലുമ്പോൾ എടുത്ത് വച്ചിരിക്കുന്നതല്ല എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യക്ക് ഒരു നിർബന്ധമുണ്ട്, സിറ്റിസൺഷിപ്പ് ആകുമ്പോൾ ഒറ്റ സിറ്റിസൺഷിപ്പ് വെച്ചാൽ രണ്ട് സിറ്റിസൺഷിപ്പായിട്ട് ആർക്കും നിൽക്കാൻ പറ്റൂല. ഈ ഗ്രീൻ കാർഡ്, H1 വിസ, അങ്ങനത്തെയൊക്കെ കുറേ വിസ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. അത് വേറെ, അത് കാർഡാണ് പറഞ്ഞത്. പൗരത്വം നേടാൻ പറ്റൂല. സ്പെഷ്യൽ കൺസിഡറേഷൻ അതൊക്കെ നേടാം, ഒരിക്കലും പൗരത്വം നേടാൻ പറ്റൂല. അത് ഒറ്റ പൗരത്വം ഇന്ത്യക്കകത്തുള്ളൂ. ഇനി 6 പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഏതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 5 to 11 വരെ ഡയറക്റ്റ് വരുന്ന ചോദ്യമാണ് അത് വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ പൗരത്വം തീരുമാനിക്കാനുള്ള അധികാരം ആരൊക്കെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇന്ത്യൻ പാർലമെന്റ്. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ സിറ്റിസൺഷിപ്പിന്റെ ഏതൊരു നിയമവും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സ്വാഭാവികമായിട്ടും ആലോചിച്ചു മതി. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്കകത്തൊരു നിയമം വരണമെങ്കിൽ അത് ഒരു സംസ്ഥാനം തീരുമാനിച്ചാൽ മതിയോ? ഇപ്പം കേരളമോ തമിഴ്നാടിനോ മാത്രം ചെന്ന് നിയമം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റൂല. ഈവൻ കേരളത്തിലുള്ള ആൾക്കാരുടെ സിറ്റിസൺഷിപ്പ് പോലും ആരെയിലില്ല, കേരള ഗവൺമെന്റിലില്ല. അതും ആര് തന്നെ തീരുമാനിക്കും? കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. പാർലമെന്റ് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ എന്താണ് ഇന്ത്യൻ പൗരത്വം എങ്ങനെ ആയിരിക്കണം, ഇഷ്ടമുള്ള നിയമം ക്രിയേറ്റ് ചെയ്യാം ഇന്ത്യൻ പാർലമെന്റിന്. അത് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ള മെജോറിറ്റി മാത്രം മതി, ദാറ്റ് ഈസ് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. അപ്പൊ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഏത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിന്. അതിന് ഏത് മെജോറിറ്റി മതി? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ഓക്കെ, ഇനി ഏത് മിനിസ്ട്രിയാണ് സിറ്റിസൺഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ആഭ്യന്തരമാണ് എന്ത് തീരുമാനിക്കുന്നത്? നമ്മളെ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് തീരുമാനിക്കുന്നത്. ബിക്കോസ് സിറ്റിസൺഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എപ്പോഴും ഗവൺമെന്റ് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം, വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നാണ്. ഒരുപാട് ഫോഴ്സസിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ വ്യാജ ഡീറ്റെയിലുമായിട്ട് ഇന്ത്യക്കകത്ത് കയറി വരുമ്പോഴത്തേക്ക് അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ടാണ് ഹോം അഫയേഴ്സ് തന്നെ ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നത്. NICB എല്ലാ ടീംസും എന്താണ് സിറ്റിസൺഷിപ്പ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഒരു വ്യക്തി ഇന്ത്യ പറ്റിച്ചിട്ടാണ് ഒരു പൗരത്വം നേടിയെങ്കിൽ പിന്നെ ഒരിക്കലും ഇന്ത്യക്കാർ ആ വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല, കംപ്ലീറ്റ് ക്യാൻസലേഷൻ ആണ്. ഇനി എത്ര വലിയ വ്യക്തി എന്ന് പറഞ്ഞാലും പിന്നെ ഒരിക്കലും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതല്ല. ഓക്കെ, അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആഭ്യന്തരമാണ്. ഇപ്പോഴത്തെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആരെന്ന് വെച്ചാൽ അമിത് ഷാ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയോണം. നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും നോക്കുന്നത്, അപ്പം വേറെ മിനിസ്റ്റർ ആയിരിക്കും, അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ഇന്ത്യയിൽ പൗരത്വം നേടാൻ പറ്റുന്ന 5 രീതിയിലൂടെ നമുക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റും. 3 രീതിയിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കളയാൻ പറ്റും. ഡയറക്റ്റ് ചോദ്യമാണ്. നമ്പർ ഓഫ് വേസ് ഓഫ് അക്യൂറിംഗ് സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ പറ്റുന്ന 5 വഴികളുണ്ട്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട അല്ലെങ്കിൽ കളഞ്ഞു പോകാനുള്ള 3 വഴികളുണ്ട്. 3 രീതിയിൽ എന്ത് ചെയ്താലും പൗരത്വം കളയാം. 5 രീതിയിൽ ഏതൊരു വഴിയിലൂടെ നമുക്ക് എന്താണ് പൗരത്വം നേടാൻ പറ്റും. പണ്ടാണെങ്കിൽ ജസ്റ്റ് ഇത് പറഞ്ഞിട്ട് പോകാമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പൗരത്വ നിയമം വന്ന കാരണം നമ്മൾ ഈ 5 വഴികളും നമ്മൾ പഠിച്ചിരിക്കണം. നേടാനുള്ള 3 വഴികൾ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് അതും നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്.